ഐഡന്റിഫൈ ചെയ്ത ശേഷം നമ്മുടെ നാട്ടുകാരനാണ്, പേര് ജാഫർ ഇടുക്കിയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് വളരെ സീരിയസ് ആയി പോയിക്കൊണ്ടിരുന്ന സിനിമയിൽ വളരെ ചിരി നിറച്ച ഒരു സീനായിരുന്നു അല്ലെ. അതിനുശേഷം പിന്നീട് കുറെ കോമഡി വേഷങ്ങളിലൂടെ കണ്ടു. അതിനുശേഷം എനിക്ക് തോന്നുന്നു കുറെ സീരിയസ് ആയിട്ട് വേഷങ്ങൾ, 5-ാം പാതിരയിലൊക്കെ ആ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സീന് പക്ക നമ്മളെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. ഇമോഷണലി നന്നായിട്ട് കണക്റ്റായിട്ട് കുറെ കഥാപാത്രങ്ങളുണ്ട്. അതുപോലെ മഹേഷിന്റെ പ്രതികാരത്തിലെ ചാച്ചനെ കുറിച്ച് പറയുമ്പോഴാണ് ഓർമ്മ മലയാള അതായത് ഈ മുമ്പിലിരിക്കുന്ന ജനങ്ങൾ ഈ പാട്ട് നമ്മൾ പ്ലേ ചെയ്യും, ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുന്ന ആരാണെന്ന് കണ്ടെത്തണം. അപ്പൊ എങ്ങനെ പേരറിയത്തില്ലല്ലോ. അപ്പൊ ഇത്രാമത്തെ ലെയറിലിരിക്കുന്ന ഇത്രാമത്തെ ആളിന് ഇതിനകത്ത് കുറിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായോ? ഒരു പാട്ട് ഇവിടെ ട്യൂൺ ചെയ്യും. അപ്പൊ ആ പാട്ട് ഈ വേദിയിൽ ഇരിക്കുന്ന നിങ്ങളുടെ 4 ജഡ്ജസ്, സദസ്സിലിരിക്കുന്നവരിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുന്നത് എന്നൊന്ന് നോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് പേരൊന്നും അറിയില്ലെങ്കിലും ആ ഡ്രസ്സ് കൊണ്ടോ ആ ഇരിക്കുന്ന റോ കൊണ്ടോ ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നോക്കുക. അപ്പൊ നിങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കണ്ടോ? നല്ലൊരു സമ്മാനമാണ് നിങ്ങളൊക്കെ ആദരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റ് തരുന്ന ആൾക്ക് മറക്കരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നാട്ടിൽ മുഴുവൻ പാട്ടാണ്. മൂട്ടേ മൂട്ടേ നീ കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പ് ചെയ്യും മൂട്ടേ. മൂട്ടേ മൂട്ടേ നീ കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പ് ചെയ്യും മൂട്ടേ. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. പക്കീർമാരുടെ കോട്ടല്ല, ഇത് പക്കീറണിയുന്ന കോട്ടാണ്, റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽവിനെ മൂടിയ കോട്ടാണ്. പക്കീർമാരുടെ കോട്ടല്ല, ഇത് പക്കീറണിയുന്ന കോട്ടാണ്, റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽവിനെ മൂടിയ കോട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, കണ്ടേ കിട്ടിയ കോട്ടാണ്. ഹലോ, അപ്പൊ എല്ലാരും സന്തോഷിച്ചോ? നമ്മുടെ ജാഫർക്ക വന്നു, നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ജാഫർക്കായെ സംബന്ധിച്ച് നമ്മുടെ ഗ്രൂപ്പ് പ്രത്യേകമായ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്നറിയോ, ഒരു ഗെയിമിനോട് കിടക്കാണ്. അപ്പൊ പെട്ടെന്നൊരു 4 ജഡ്ജിമാരെ വിളിച്ചുകൊണ്ടെന്ന് പറയാം. അപ്പൊ 4 ജഡ്ജസാണ്, 2 ലേഡീസ് 2 ജഡ്ജിനെ വിളിക്കുകയാണ് നമ്മുടെ ജാഫർക്കയോടൊപ്പം നിൽക്കാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും നിറസാന്നിധ്യമായിട്ടുള്ള നമ്മുടെ തൊടുപുഴയുടെ ഒരു നടിയുണ്ട്. എപ്പോ വിളിച്ചാലും വേണം ഞാൻ വരാം എന്ന് പറയുന്ന നമ്മുടെ സന്ധ്യ മേളത്തെ നമ്മൾ വിളിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബേബി മാത്യുസ്, നമ്മുടെ മുൻ സൈനികൻ, അദ്ദേഹത്തെയും ഈ വേദിയിലോട്ട് വിളിക്കുകയാണ്. ഇവരുടെ എല്ലാം ആ ചാതനെ എനിക്കറിയാം. ചാച്ചനെയൊക്കെ വെട്ടിക്കളഞ്ഞു. ആ ചാതനെയാണ്. അതെ അതെ, പക്ഷെ അതും ആസ്വദിച്ചോട്ടോ, ശരിക്കും ആസ്വദിച്ചു. അപ്പൊ അങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇന്ത്യയില് അങ്ങനെ ആ വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പടത്തില്, മമ്മൂക്കയുടെ പടത്തിനകത്ത് എന്റെ ആ ഭാഗങ്ങളൊക്കെ കുറച്ച് ചിരിക്കാനൊക്കെ ആയിട്ട് അമർന്നിരുന്നു എന്ന് പറഞ്ഞ ഡയറക്ടർ ഇട്ടിട്ടുള്ളൂ. അതിന്റെ 2ാം ഭാഗത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോ എന്നെ വലിയ ലെവലിലാക്കി വെച്ചപ്പോ ഉണ്ണിയാർന്ന് പറയാനുള്ള എഴുതിയേക്കുന്നത്. അപ്പൊ അത് വരും, അല്ല അത് വരുമ്പോ എല്ലാന്നൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷെ എന്റെ വേഷത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു, ഞാൻ ഡയറക്ടറായിട്ട്. അപ്പൊ വലിയ ആളായി ഇയാളായി, നായക്കുട്ടീനൊക്കെ വലിയ ആളായി. നമ്മള് ഒരു തൊഴിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ തൊഴിലിനോട് ഒരു മാന്യത കാണിച്ച് വയ്യ പോവുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ നമ്മൾ പല ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഒരു സാഹചര്യം ഇങ്ങോട്ട് വന്നു. എല്ലാ ജീവിത മേഖലകളിലും കടന്നു പോയത് ആളായതുകൊണ്ട് അത് പറയട്ടെ, ഒരു മിനിറ്റ് കൊടുത്താ. അപ്പൊ ഞാൻ അങ്ങനെ വന്ന് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ ഞാൻ അതിനകത്ത് ഊന്നിന്നേ ഉള്ളൂ. ആ ഊന്നിയപ്പോ രക്ഷപ്പെട്ടു. അതല്ല, ഞാൻ ഇലക്ട്രോണിക്സും ഓട്ടോറിക്ഷ ഡ്രൈവിങ്ങും കലാപരിപാടി എല്ലാം കൂടെ കൂട്ടി പഠിച്ചു കഴിഞ്ഞാൽ മേസരി ജോസ് എന്ന് പറഞ്ഞ ആളായി പോകും. അടിക്കാനും അറിയാം, കട്ടില വയ്ക്കാനും അറിയാം, കട്ടില പണിയാനും അറിയാം. പക്ഷെ വീട്ടിലെ കാര്യത്തിലും അറിയാം, ഞാൻ ഒന്നിനും ചാരിട്ടില്ല. അപ്പൊ എല്ലാവരോടും പറയാം, ഇപ്പൊ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇവിടെ നിങ്ങൾ അങ്ങനെ എന്നോട് പറഞ്ഞത്. അങ്ങോട്ട് എടുത്തോണ്ട് പോകാനുള്ള റൈറ്റ് നമ്മുടെ സോണിയാജിക്കും അതുപോലെ തന്നെ നമ്മുടെ നസീമത്തെയും കയറി വേണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷിൻസി ഷാജി നൽകിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞപ്പോൾ ജാഫർ ഇക്കായ്ക്ക് വേണ്ടി ഷിൻസി ഷാജി പ്രത്യേക സമയം ആ മൊമെന്റ് അവിടുന്ന് എടുത്തുകൊണ്ട്
ഈ റഹീം സാറിന്റെ കയ്യിലോട്ട് കൊടുത്ത് ഇവരെല്ലാം മൊമെന്റ് രണ്ടുപേരോട് ചെല്ലാൻ ആ മൊമെന്റ് ബിജുക്കൂട്ടിന്റെ കയ്യിൽ നിന്ന് മേടിക്കുക. കാരണം ഇത് ജാഫർക്കായ്ക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. അക്കൊണ്ട് അവരുടെ കയ്യിലോട്ട് കൊടുക്കുക. ഈ സമ്മാനം ആ മൊമെന്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേദിയെ സംബന്ധിച്ച് ഏറ്റവും ധന്യമായ ഒരു ഇനി അടുത്തവരാണ് വിളിക്കുന്നത്. നമ്മുടെ ഒരു പൂവ് നിരോധിച്ചിട്ടുണ്ടല്ലോ, അതല്ല റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി വിളിച്ചെന്ന് വെച്ചില്ല. ഇനി ആരെയാണ് റെക്കഗ്നൈസ് ചെയ്യാനുള്ളത്? വിളിക്കാൻ പോകുന്നത് ആരെയാണ് ഇനി വിളിക്കേണ്ടത്? നമ്മുടെ ഡിൽസൺ സെബാസ്റ്റ്യനെ വിളിച്ചില്ല. കഴിഞ്ഞ പുള്ളി കേൾക്കാത്തതാണ്. ഡിൽസൺ സെബാസ്റ്റ്യനെ വിളിച്ചു. അതോടൊപ്പം തന്നെ സന്ധ്യ മാഡത്തെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ സന്ധ്യ മാഡത്തിനെ വിളിച്ചിട്ടുണ്ട്. സന്ധ്യ മാഡത്തെ വിളിച്ചിരിക്കുന്നു. ഈ പേപ്പേഴ്സ് വീഡിയോനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. കാരണം അദ്ദേഹം, ഞാൻ പറയില്ലേ, കൂലിപ്പണി എന്ന് പറയുന്നത് എല്ലാവരും വല്ല കൂലിപ്പണിക്ക് പോകാൻ വിലയെന്ന് ചോദിക്കും. പക്ഷെ ഞാൻ അന്തസ്സായിട്ട് പറയും, എന്റെ അപ്പം കൂലിപ്പണിക്കാരനാണ്. കാരണം എന്നെ ഈ നിലയിലാക്കിയത് എന്റെ അപ്പം കൂലിപ്പണി എടുത്ത് തന്നെയാണ്. അപ്പൊ എന്റെ അപ്പനാണ് നിൽക്കുന്നത്. ഈ പലരും പറയും കൂലിപ്പണിക്ക് പോകാൻ വില്ലെന്ന്. കൂലിപ്പണിക്ക് ഒരു മോശവുമില്ല. അപ്പൊ അതുപോലെ തന്നെ അതുപോലെ പണിയെടുക്കുന്ന ഒരു വ്യക്തിയെ ആദരിക്കാൻ ഞാൻ എന്റെ അപ്പനെ വിളിച്ചതിൽ സന്തോഷിക്കുന്നു. പേപ്പേഴ്സ് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. എല്ലാവരും പേപ്പേഴ്സ് വീഡിയോയ്ക്കുള്ള സമ്മാനം നൽകുക. അതുപോലെ മൊമെന്റോ നിങ്ങൾ 2 പേര് കൂടി 3 പേര് കൂടി ഈ പേപ്പേഴ്സ് വീഡിയോയ്ക്ക് നൽകുക. പേപ്പേഴ്സ് വീഡിയോ നല്ലൊരു കയ്യിൽ കൊടുക്കാം. പേപ്പേഴ്സ് വീഡിയോയ്ക്കുള്ള പേപ്പേഴ്സ് വീഡിയോ അവിടെ കൂടെ അദ്ദേഹത്തിന് കൊടുക്കുക. എല്ലാവരും കൂടെ പോയി പിടിച്ചു കൊടുക്കുക. അതെ, സമ്മാനം കൊടുക്കുക. ചെറിയ സമ്മാനങ്ങളാണ് ഞങ്ങൾ തരുന്നത്. പക്ഷേ ഞങ്ങളെ ആ വിളി സ്വീകരിച്ച് ഇവിടെ എത്തിയതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. പിന്നെ ഈ പേപ്പേഴ്സ് വീഡിയോയെ കുറിച്ച് പാട്ട് പാടിയിരുന്ന ചിലരുണ്ട്. അപ്പോ താളം കലാ സാഹിത്യ വേദിയിൽ എത്താനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചത് അനുഗ്രഹമായിട്ട് കരുതുന്നു. ശക്കലം താമസമുണ്ട്. നീ നിന്നുമെന്നുടെ ചിത്രങ്ങളൊക്കെ അതുപോലെ ഈ ഭാഗം മുട്ടിന്റെ ബാക്ക് സൈഡ് പൊഴിയുന്ന ഭാഗം 2 വശം ഒന്നിച്ച് ചെയ്യാം. ഒന്നിച്ച് തട്ടി കൊടുക്കുക. അതുപോലെ അടുത്ത മടക്ക് ഇതല്ലേ ഇവിടെ മതി തട്ടി കൊടുക്കുക. കൊടുക്കാനായിട്ട് വിളിക്കണം. എല്ലാവരും ഒന്ന് കൈയടിച്ചത്. KP ഞാൻ അഡ്വക്കേറ്റ് ആണ്. അപ്പൊ PCA മെമ്പർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എന്താണ് അതിന്റെ ഗുണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിനി
നമ്മുടെ ഈ കുഞ്ഞു സംഘത്തിനോട് വന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്കും അത്യധികം സന്തോഷമുണ്ട്. കൈയടിച്ചേ. ഒരാളാണ്. അത് മാത്രമല്ല നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്. ആദ്യം പറഞ്ഞേ അല്ല ഒരു കാര്യം അല്ല ആദ്യം പറഞ്ഞതാ. ഞാൻ പറയാതെ ഞാൻ ജാഫ്രിക്കയുടെ ഇന്റർവ്യൂസ് കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. പോത്തുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ജാഫ്രിക്കയുടെ രീതിയിൽ വർണ്ണിക്കുന്ന ഒരു ഇന്റർവ്യൂ. ജാഫ്രിക്ക ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. അത് ഇത്രയേ ഉള്ളൂ. ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നു എന്ന് പറഞ്ഞ ഒത്തിരി കഴിക്കലാണെന്നല്ല. ഓക്കെ ഓക്കെ ഒരു സാധനം കഴിക്കും നമ്മൾ ഭക്ഷണം. മമ്മി ഇരിക്കുക. അത് ശരിയല്ലല്ലോടാവേ. അല്ല ജാഫർക്കാരൻ അത് ശരിയല്ലല്ലോ അങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്. ജാഫർക്കാട് ചേട്ടന്റെ കൂടെ ഞാൻ വക്കീൽ കുമസിനോട് വർക്ക് ചെയ്തിട്ടുണ്ടോ? പക്ഷെ ജാഫർക്കാർ എന്നെ അറിയില്ലായിരുന്നു. നാസർക്കാട് കൂടെ ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നതിന് കാരണമായ ഒരാള് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ സന്തോഷം ഞങ്ങളോടൊപ്പം ഈ കുഞ്ഞു കുടുംബത്തിൽ വന്നതിന്. ഞങ്ങൾക്ക് ഇതൊരു ആഘോഷമാണ്. ശരി, തീർച്ചയായും തീർച്ചയായും. പക്ഷെ പെട്ടെന്ന് അങ്ങനെ വിടാൻ പറ്റില്ല. 5 മിനിറ്റ് കൂടി ഞങ്ങൾക്ക് വേണ്ടി അനുവദിക്കോ? 5 മിനിറ്റ്. ഏതായാലും കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ ബാക്കിയുള്ളവർക്ക് ചോദിക്കാലോ, ധൈര്യമായിട്ട് ചോദിക്കാലോ. ചോദിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ ഒരു കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ആദ്യമായിട്ട് ജാഫ്രിക്കയെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുടെ ചിലവർ വീട്ടിൽ ഇറച്ചി മേടിക്കുന്നതെന്ന് പുറത്തേക്ക് വലിയ തലയിടൂല. അത് കാര്യം എന്താണെന്നറിയോ? ഈ വീട്ടിൽ ഇറച്ചി മേടിച്ചാൽ ആ ലോകം മൊത്തം അറിയും. ആ വറുത്തിറച്ചിന്റെ മണം അവിടെ ചെല്ലും. അന്നേരം പറയും ഏരിയാസേൻ്റെ അവിടെ ഇറച്ചി മേടിച്ചിട്ടുണ്ടെന്ന്. അല്ല അർച്ചക്കാരോട് മേടിച്ചത് കറക്റ്റ് പറയുമെന്ന്. മ്യൂസിക് പോയതാണോ? ഇല്ല, പോയതല്ല. ഞാൻ ഓരോരുത്തരെയും കണ്ടോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. പുറത്തേക്ക് കണ്ടു വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുത്തിയ സാധുജനങ്ങളുടെ കണ്ണീരൊക്കുന്ന കോട്ടാണ്. തൊഴിലാളികളെ നമ്മുടെ ജോർജിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ സെക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പോ നമ്മുടെ ഈ ജാഫ്രിക്കയെ നമ്മുടെ താളം കലാ സാംസ്കാരിക ഗ്രൂപ്പ് നമ്മുടെ കുട്ടന്റെ ഷിനിഗാമി എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിന് മുമ്പ് സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജാഫ്രിക്ക കോർഡിനേറ്റ് പൂർത്തിയായില്ലേ? ഓക്കെ. അപ്പോ അത് ആ സീൻ കണ്ടു. അത് പലരും ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പോ നമ്മളെ സംബന്ധിച്ച് ആ ചിത്രത്തില് അദ്ദേഹം ചെയ്ത കഥാപാത്രം എന്ന് പറയുന്നത് അത്രമേൽ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിലാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഞാൻ പലരോടും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം എന്നേക്കാൾ അറിവുള്ള ഒരുപാട് ഈ മേഖലയിലുള്ളവരുണ്ട്. ഞാൻ ദുആ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ജാഫർക്ക പോലും ഇതൊരിക്കലും ഒരാളെ നമ്മൾ വെറുതെ പൊക്കി പറയുന്നില്ല. അദ്ദേഹം പോലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ തിരിയുന്നൊരു സീനുണ്ട്. ആ സീനില് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ജാഫർക്ക എപ്രകാരമാണോ എന്ന് എനിക്ക് തോന്നി. അത് ഞാൻ പലരിലോട്ടും ഷെയർ ചെയ്തപ്പോൾ അത് അപ്രകാരമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ ജാഫർ ഇക്കായ്ക്ക് നമ്മുടെ ഈ ചെറിയ കലാസംഘത്തിന്റെ ഒരു എളിയ ഉപഹാരമാണ് നൽകുന്നത്. ഈ അദ്ദേഹത്തിന്റെ തിരക്ക്